ശ്രീ അബ്ദുസമദ്, ഇതിപ്പോൾ എന്തായാലും താഴെത്തട്ടിലേക്ക് നിർദ്ദേശം വന്നു കഴിഞ്ഞു. ഓഗസ്റ്റ് 9-ാം തീയതി മുതൽ 17-ാം തീയതി വരെയുള്ള ആഘോഷങ്ങളിൽ വന്ദേമാതരം ആലപിക്കപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഒരു നിലപാട് എങ്ങനെയായിരിക്കും? ഇത് ആലപിക്കുമ്പോൾ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ മുഴുവൻ ചരണവും ആലപിക്കണം, ആലപിക്കുമ്പോൾ തടസ്സപ്പെടുത്തിയാൽ ക്രിമിനൽ കുറ്റമായി മാറുകയും ചെയ്യും. ശ്രീ അബ്ദുസമദ്. അതെ, കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് തന്നെ ഇതിൽ പെരുമാറണമെന്ന് പറയുന്ന നിർദ്ദേശമുള്ളത് കൊണ്ട് ആ ചട്ടങ്ങളിൽ മുഴുവനായിട്ട് വന്ദേമാതരം ആലപിക്കണം എന്ന കാര്യം അവിടെ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അവിടെ ഞാൻ ആദ്യം കോൺഗ്രസിന്റെ സുഹൃത്ത് പറഞ്ഞൊരു കാര്യത്തിൽ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ, എത്രത്തോളം ലാഘവത്തോടെയാണ് ഒരു നയം അല്ലെങ്കിൽ മുന്നേ പ്രഖ്യാപിച്ചൊരു കാര്യം അത് വയലേറ്റ് ചെയ്തിട്ട് ജനങ്ങൾ വഞ്ചിച്ചിട്ട് നിങ്ങൾ ജനങ്ങളുടെ അടുത്ത് വോട്ട് വാങ്ങിയിട്ടുള്ളത് അവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങളുടെ പേരിൽ കൂടിയാണ്. ആ വാഗ്ദാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ LDF സർക്കാർ സംഘപരിവാർ അനുകൂലമാകുന്നു, അവരുടെ പല നയങ്ങളും ഇത്തരത്തിൽ ഹിന്ദുത്വ അജണ്ടകൾ ഉണ്ടാകുന്നു, അവർ പല കാര്യങ്ങൾക്കും സംയമനം കാണിക്കുന്നു, കേന്ദ്ര സർക്കാരിനോട് പല വിഷയങ്ങളിലും വളരെ ശക്തമായിട്ട് നോ പറയാൻ മടിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അധികാരത്തിൽ കയറിയിട്ട് നിങ്ങളിപ്പോൾ പറയാണ് അവിടെ ചീഫ് സെക്രട്ടറി അറിയാതെങ്ങ് അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ചർച്ച ചെയ്യാതെങ്ങ് താഴത്തേക്ക് DO കൊടുത്തു എന്നുള്ളത്. എങ്ങനെയാണ് പ്രയർ പൊളിറ്റിക്കൽ അപ്രൂവൽ ഇല്ലാതെ എങ്ങനെയാണ് ഓർഡർ താഴത്തേക്ക് പോകുന്നത് മനസ്സിലാകുന്നില്ല. അത്രത്തോളം ഇറസ്പോൺസിബിൾ ആയിട്ടാണ് ചീഫ് സെക്രട്ടറി, അല്ലെങ്കിൽ അത്രത്തോളം സെൻസിറ്റീവ് അല്ലാത്ത, കേരളത്തിനെ സംബന്ധിച്ച് അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ലാത്ത വിഷയമാണോ എന്നൊക്കെ ബാക്കി കാരോട് പറഞ്ഞിട്ട് പറയാം. അത്രത്തോളം കേരളത്തിന്റെ ഒരു പ്ലോട്ടിൽ അത്രത്തോളം പ്രധാനമല്ലാത്ത വിഷയമാണോ വന്ദേഭാരതത്തിന്റെ വിഷയം? ഇതെങ്ങനെയാണ് ഈ റെസ്പോൺസ് എങ്ങനെയാണ് കൊടുക്കാൻ കഴിയുന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എല്ലാവരും ചൊല്ലേണ്ടി വരും എന്ന് പറയുന്ന കാര്യം അത് പ്രശ്നവൽക്കരിക്കേണ്ടത് തന്നെയാണ്. നേരത്തെ ശ്രീപണിക്കാരൊക്കെ വളരെ നോർമൽ ഇത് പറഞ്ഞു, അത് കേന്ദ്ര സർക്കാരിന്റെ നയം വളരെ എന്താ പറയാ, അത് ഒരു നിർദ്ദേശം മാത്രമേ ഉള്ളൂ, ആരും നിർബന്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അവിടെ മനസ്സിലാക്കണം. ഇപ്പൊ ലാസ്റ്റ് മഞ്ജു സൂചിപ്പിച്ച കാര്യം പറഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഥവാ അത് മുഴുവനായിട്ട് ആലപിക്കേണ്ട ഒരു സാഹചര്യത്തിൽ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, വിട്ടു നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അത് എന്താ പറയാ എതിർക്കുമ്പോൾ ആ എതിർക്കൽ ഒരു ക്രിമിനൽ കുറ്റമായിട്ട് വ്യാഖ്യാനിക്കാവുന്ന ഒരു പ്ലോട്ട് ഇവിടെ ഉണ്ടായി വരുന്നു. അഥവാ പ്രിവെൻഷൻ ഓഫ് ഡിസോണസ്റ്റ് എന്ന് പറയുന്ന ലോയുടെ അണ്ടറിൽ എന്ത് ചെയ്യുന്നു, വന്ദേമാതരം കയറി വരുന്നു. അഥവാ നാഷണൽ ഫ്ലാഗിന്റെ, നാഷണൽ ആന്തത്തിന്റെ കൂടെ കയറി വരുന്നു. എന്തുകൊണ്ട് ഇതിന്റെ കൂടെ നാഷണൽ സോങ് എന്ന് പറയുന്ന വന്ദേമാതരം കയറി വരുന്നുള്ള പ്രശ്നം നോക്കുമ്പോൾ നാഷണൽ ആന്തം അല്ലെങ്കിൽ നമ്മുടെ ജനഗണന, നമ്മുടെ ദേശീയ ഗാനം, അതേപോലെ തന്നെ നാഷണൽ ഫ്ലാഗ്, ഇതിലൊന്നും ഇല്ലാത്ത സെക്യുലർ അല്ലാത്തൊരു സൈഡ് 6 സ്റ്റാൻഡ്സ് കൂടെ എടുക്കുമ്പോൾ വന്ദേമാതരത്തിന് വരുന്നു എന്നുള്ളതാണ്. അവിടെ ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും സിഖ് മതസ്ഥർക്കും ജൈന മതസ്ഥർക്കും ഈ ഇന്ത്യയിലുള്ള മറ്റു പല മതസ്ഥർക്കും അവരുടെ മതവിശ്വാസത്തിലില്ലാത്ത, ഇത് ആരൊക്കെ എതിർക്കുന്നു ആരൊക്കെ എതിർക്കുന്നില്ല എന്നതല്ല പറയുന്നത്. സെക്യുലർ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ, സെക്യുലർ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നാഷന് അല്ലെങ്കിൽ സ്റ്റേറ്റിന് മതമില്ല, ജനങ്ങൾക്ക് മതമാവാം, സ്റ്റേറ്റിന് മതമില്ല. സ്റ്റേറ്റ് ഇറ്റ്സെൽഫ് അതിന്റെ ഒരു കാര്യങ്ങളിലും മതം പ്രകടമാകരുത്, മതം പുറത്തേക്ക് വരരുത്, സ്റ്റേറ്റ് ഒരു മതത്തിന്റെ ആളായിട്ട് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. അവിടെ ഇങ്ങനെ പറയുന്ന സെക്യുലർ ആയിട്ടുള്ള രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ എന്ത് ചെയ്യാണ്, ഡിസ്ഹോണസ്റ്റ് പാടില്ലാത്ത വളരെ പ്രീമിയം കാറ്റഗറിയിലുള്ള സ്വാതന്ത്ര്യ സമരകാലത്ത് എല്ലാവരും ആലപിച്ചിരുന്നതാണ്, മുഴുവൻ ചരണവും ആലപിച്ചിരുന്നതാണ്. ശ്രീ അബ്ദുസമദ്, അന്ന് ഈ മതനിരപേക്ഷതയുടെ കാര്യമൊന്നും ആർക്കും ഓർമ്മയില്ലായിരുന്നു എന്നാണോ? എല്ലാവരും ഒരേ സ്വരത്തിൽ ആലപിച്ചിരുന്നതാണ് വന്ദേമാതരം, പിന്നീടാണ് അതിൽ വെള്ളം ചേർത്തത്. ഞാനും ചോദിക്കട്ടെ, ഇത് ആരൊക്കെ ആലപിക്കുന്നു, ആരൊക്കെ സ്വീകരിക്കുന്നു, ആരൊക്കെ എടുത്തിരിക്കുന്നു, ഇതിനൊക്കെയുള്ള പ്രസക്തിക്കപ്പുറം എന്താണ് ഇത് എന്നുള്ളതിനാണ് പ്രസക്തി. ഇതിപ്പോ ഇന്ത്യയിൽ ഒരുപാട് ജനങ്ങൾ അംഗീകരിക്കുന്നു. ഒരു 100 ആളുകൾ വരുന്ന ഒരു മതസ്ഥർക്ക് ഇതിൽ വിയോജിപ്പുണ്ടെങ്കിൽ ആ മതസ്ഥരുടെ വിയോജിപ്പ് റെലവന്റ് ആകുന്നതാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ മനോഹാരിത. അവിടെ അത് മാത്രമല്ല വരുന്നതാണ് ഹൈന്ദവ ദൈവങ്ങൾ, അല്ലെങ്കിൽ ലക്ഷ്മി, സരസ്വതി, ദുർഗ, ഈ ദൈവങ്ങളോടുള്ള ആരാധന, അല്ലെങ്കിൽ ദൈവങ്ങളിലേക്കുള്ള സമർപ്പണം, ദൈവങ്ങളിലെ ആ ദൈവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മതപരമായിട്ടുള്ള കണക്ഷൻ വരുന്ന വന്ദേമാതരം എങ്ങനെയാണ് ഇന്ത്യയിൽ, അഥവാ 40, 50, 60 കോടി ഹൈന്ദവരല്ലാത്ത ജനങ്ങളുള്ള ഇന്ത്യയിൽ എല്ലാ ആളുകളും ചൊല്ലുന്നത് നോർമലാണ് നിങ്ങൾ എങ്ങനെ പറയുന്നത്? അവസാനം അമ്മയെ ഞാൻ വണങ്ങുന്നു എന്നാണ് കേട്ടോ, ഭാരതമാതാവിനെ വണങ്ങുന്നു എന്നാണ്. അല്ല, എങ്ങനെയാണ് സരസ്വതി വരുന്നത്, ലക്ഷ്മി വരുന്നത്, ദുർഗ വരുന്നത്? അതെങ്ങനെയാണ് വരുന്നത് വന്ദേമാതരത്തിൽ? അത് ജനഗണനയിൽ ഇല്ലാത്ത, നാഷണൽ ആന്തത്തിൽ ഇല്ലാത്ത കാര്യമാണ്, നാഷണൽ ഫ്ലാഗ് ഇല്ലാത്ത കാര്യമാണ്. അത് ഡിസ്ഹോണസ്റ്റ് ലോന്റെ അണ്ടറിൽ വരുന്ന സുപ്രീം കാറ്റഗറിയിൽ, പ്രീമിയം കാറ്റഗറിയിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ കൺസിഡർ ചെയ്യുന്ന വളരെ ഗൗരവമായിട്ട് പരിഗണിക്കുന്ന ഒരു വിഷയത്തിൽ സെക്യുലർ അല്ലാത്തൊരു കാര്യം, സെക്യുലർ അല്ലാത്തൊരു ഒരു നാഷണൽ സോങ് എന്നുള്ള ഒരു ടൈറ്റിലിൽ ഒരു കാര്യം വരുമ്പോൾ തീർച്ചയായിട്ടും എതിർക്കപ്പെടാണ്, ഇന്ത്യയുടെ സെക്യുലറിസം ഇല്ലാതാക്കുന്നതാണ്. സംസ്ഥാനത്തെ കോൺഗ്രസ് സർക്കാരിന് അത് ബുദ്ധിമുട്ടില്ല കേട്ടോ, സംസ്ഥാനത്തെ കോൺഗ്രസ് സർക്കാരിന് ഇപ്പോൾ അത് ബുദ്ധിമുട്ടില്ല, ആ ബുദ്ധിമുട്ട് മാറുകയാണ്. ശരി ശ്രീജിത്ത്, അതിനുള്ള മറുപടി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.